ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ അടിച്ചു വാരി തുടച്ചാലും വൈകുന്നേരവും കൂടെ എനിക്കൊന്ന് അടിച്ചു വാരണം. പിന്നെ കാണുന്ന മാറാലയൊക്കെ കൈയോടെ തട്ടിയിടാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം എപ്പോഴും ഞാൻ കാണുന്നതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് അടിച്ചു വരണം. എന്നാലും ഈ പിള്ളേർ വീട്ടിലുള്ളത് കൊണ്ട് ചവിട്ടിയൊക്കെ എപ്പോഴും ഉണ്ടാവും. എന്നാലും ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടിട്ട് അടിച്ചു വരണം. പിന്നെ ഈ അടിച്ചു വരുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പാറി നിൽക്കുന്നത് ഈ ചൂലി പറ്റിയിട്ടേ. അപ്പോൾ അതിങ്ങനെ കൈയോടെ അപ്പം തന്നെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അതിലിങ്ങനെ ആ ചൂലിൽ ഇങ്ങനെ ഒരു ലോഡ് കട്ട പിടിച്ച പോലെയാവും. അപ്പം ഞാനത് അടിച്ചു വരുമ്പോൾ മുടി കിട്ടിക്കഴിഞ്ഞാൽ കൈയോടെ കയ്യിലെടുത്തിട്ട് കൊണ്ടുപോയി പിന്നെ വേറെ കൊണ്ടുപോയി കളയാണ് ചെയ്യാറ്. അപ്പോൾ ദേ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അടുക്കളയിൽ ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഉള്ളത് ഞാൻ ആദ്യമേ തന്നെ വെള്ളമൊഴിച്ച് വെച്ചതാണ് മെൽറ്റാവാൻ വേണ്ടിയിട്ടേ. അത് കഴിഞ്ഞിട്ട് ചോറും വെക്കണം. രാത്രിക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ചോറും വെക്കാനുണ്ട്. ചിക്കൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളിയും സവാളയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കണ്ണെരിയും. വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് എനിക്ക് കണ്ണെരിഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ കൊതുക് എന്നെ തിന്നുണ്ടായിരുന്നു. നിറച്ചും കൊതുകുണ്ട്. വൈകുന്നേരം സമയമല്ലേ, അതുകൊണ്ട് നിറയെ കൊതുകാണ്. അപ്പം ഞാൻ നേരെ ഉള്ളിൽ തന്നെ വന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ദേ എല്ലാം തോല് കളഞ്ഞ് വെക്കുകയാണ്. തോല് കളഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുപോയി കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെയും കഴുകാൻ ഇങ്ങനെ പാത്രങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരമേ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഈ പിള്ളേർ ചോറ് കഴിക്കില്ല. മീനോ മുട്ടയോ ചിക്കനോ എന്തെങ്കിലും കുറച്ച് മതി. അതില്ലാതെ ഇവർക്ക് പറ്റില്ല. രാവിലെ ഉച്ചയ്ക്കൊക്കെ എന്തേലും തട്ടിക്കൂട്ടി കഴിക്കുമായിരുന്നു. പക്ഷെ വൈകുന്നേരം ഒരു രക്ഷയില്ല. അത് ഞാൻ തന്നെ ശീലിപ്പിച്ചൊരു തെറ്റാണോ ചോദിച്ചാൽ അറിയില്ല. കാരണം എൻ്റെ ഒന്നും കഴിക്കില്ലായിരുന്നു ചെറുതായിരിക്കുമ്പോൾ. ഒരു 2-3 വയസ്സിൻ്റെ സമയത്തൊന്നും ഒന്നും കഴിക്കില്ല. മുട്ട വറുത്ത് ചോറ് കൊടുത്താലൊന്നും മുട്ടയെ അവനെ പറ്റില്ല. മുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. പക്ഷെ വരിക്കുട്ടി നേരെ തിരിച്ചാണ്. അപ്പോൾ കുഞ്ഞി എന്തേലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനിഷ്ടം എന്താണോ അതുപോലെ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെറുതിലേ തന്നെ നാക്കിൽ രുചി പറ്റിക്കുക എന്ന് പറഞ്ഞ പോലെ അവനിഷ്ടത്തിൽ അവനെ മുട്ടയിൽ വെളുത്തുള്ളി ഇട്ടിട്ട് മുട്ട വറുത്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അതുപോലെ അത് ചെയ്തു കൊടുക്കും. അവന് ഉരുളക്കിഴങ്ങ് വറുത്താലേ അവൻ ചോറ് കഴിക്കും. തറവാട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ ഉരുളക്കിഴങ്ങ് വറുത്താലേ ചോറ് കഴിക്കുള്ളെങ്കിൽ ഞാൻ അവനെ മാത്രമായിട്ട് നമ്മൾ കറി വെച്ചതല്ലാതെ നമുക്ക് ഡെയിലി വൈകുന്നേരം എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാവും. രാവിലെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉപ്പേരി ഉണ്ടാവും, കറി ഉണ്ടാവും, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിക്ക് സെപ്പറേറ്റായിട്ട് ഒരു കുറച്ച് കറി എടുത്ത്, ഇല്ലെങ്കിൽ അവനെ പുഴുങ്ങിയിട്ട് ഗ്രേവിയിൽ ഇടുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇവനെ വേണ്ടിയിട്ട് എന്തേലും കുറച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിപ്പോൾ എന്തായി, എൻ്റെ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. കണ്ണെരിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് വെച്ചു. പിന്നെ ഒന്നരാടം ജലദോഷവും ഇതായത് കൊണ്ടാണ് ടേബിളിൽ മൊത്തം മരുന്ന് കേട്ടോ. അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് തുടച്ച് കഴിഞ്ഞ് ചവിട്ടിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അവിടെ ഉറുമ്പുള്ളത് കൊണ്ട് ചോക്കൊന്ന് വരച്ച് വെച്ചതാണ് പുറത്തേ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് നടന്ന് കുറച്ച് വെള്ളം ചെടി നനയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ നനച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടിക്ക് കാന്താരി പൊടിച്ചിട്ട് ചിക്കൻ കറിയിലിടാമെന്ന് പറഞ്ഞിട്ട് അതും പോയി പൊടിക്കാൻ പോണ്ട്. അപ്പോൾ കുഞ്ഞാറ്റീൻ്റെ അവൻ എന്തേലും കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം അതെന്തായി, അവൻ എന്തേലും ടേസ്റ്റ് ഉള്ളതില്ലാതെ അവനെ കഴിക്കാൻ ഇഷ്ടമില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. പക്ഷേ തറവാട്ടിൽ വേറെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അബിക്കുട്ടിക്കും ചേച്ചി അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ കാണുമ്പോൾ ഞാൻ എൻ്റെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റൊക്കെ അവർക്ക് ഒത്തിരി ആവും. പിന്നെ അവർക്കും കൂടുതൽ വേണമെന്നായപ്പോൾ പിന്നെ ചേച്ചി തന്നെ എന്താ വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അവർക്കും. അങ്ങനെ കുഞ്ഞിക്കും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ. ഇവിടെ നമ്മൾ മാറിയതിന് ശേഷം ഏട്ടനും അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് അധികം കഴിക്കുക. അതുകൊണ്ട് ഞാൻ ഇവർ രണ്ടാളെയും ഇപ്പോൾ വരിക്കുട്ടിയും അങ്ങനെയൊക്കെയാണ് കഴിക്കുക. ഞാൻ എന്താണെങ്കിലും ഓക്കെയാണ്. എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ അതിനനുസരിച്ച് ഏട്ടനും കൂടെ ഉള്ളതായിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അന്നും ഇതുപോലെ ഏട്ടനും കഴിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ നേരത്തെ വരുന്ന സമയത്തൊക്കെ ഞാൻ കുഞ്ഞിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ വരിക്കുട്ടിക്കും ഇവർക്ക് ഉണ്ടാക്കുമ്പോൾ ഏട്ടനും കൂടെ മുട്ട പുഴുങ്ങിയതാണെങ്കിൽ ഒരു മുട്ട ഏട്ടനും കൂടെ പുഴുങ്ങി വയ്ക്കും. അത് ഗ്രേവിയിലിട്ടിട്ടേ. സോയ ആണെങ്കിലും സോയയൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ചെടിയിലെ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവർ കഴിക്കാനായിട്ടേ എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇല്ലെങ്കിൽ ഇവർ കഴിക്കില്ല. അപ്പോൾ എൻ്റെ കാന്താരി ഇടുന്നുണ്ട്. കറിയും
അതായത് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും പിടിക്കില്ല. എനിക്ക് ഇതന്നെ ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വാശിയൊന്നും പിടിക്കില്ല. ഉള്ളത് എന്താണ് അത് കഴിക്കാൻ കൊടുത്താൽ കഴിക്കും. പക്ഷേ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വറുത്തതോ ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കഴിക്കേണ്ടത് ഇങ്ങനെ വല്ല ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചോറേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സങ്കടമല്ല, അയ്യോ കുറച്ച് ഇങ്ങനെ ഒന്ന് കൊത്തിപ്പറിക്കും കൊണ്ട് കൈയിട്ട് വെച്ചിട്ട് പോവും, കഴിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പോയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കഴിച്ചോളാം. അപ്പോൾ രാത്രിക്കാണ് എന്തെങ്കിലും ഇങ്ങനെ നല്ല കറികൾ, മീനോ ഉണക്ക മീനാണെങ്കിലും വറുത്ത് കൊടുത്താൽ അത് കഴിച്ചോളും. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും മുട്ട വറുത്തതോ, കൂടുതലും മുട്ട വറുക്കണതിനേക്കാളും മുട്ട റോസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ എൻ്റെ ചിക്കനും ഞാൻ നല്ലോണം വെള്ളമില്ലാതെ വരട്ടി വെക്കുകയാണ്. അപ്പോൾ ഏട്ടൻ എപ്പോഴും കഞ്ഞിയാണല്ലോ, രാത്രി കഞ്ഞി കുടിക്കുമ്പോൾ ഒഴിച്ച് കറി വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ വരട്ടിയാണ് വെച്ചത്. അപ്പോൾ കുഞ്ഞും വരും പറഞ്ഞു എന്നാൽ ഞങ്ങളും കഞ്ഞി കുടിക്കാം. കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി ഇഷ്ടമേ അല്ല, കഞ്ഞി വെള്ളം ഒന്നും പറ്റില്ല. പക്ഷെ ഇന്ന് ചിക്കനല്ലേ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വരിക്കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി. പിന്നെ വാരി കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും ഇഷ്ടമാണ്. ഇപ്പോൾ രണ്ടാളും കഞ്ഞിയാണ് കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു 7 മണി സമയത്ത് തന്നെ കുട്ടികൾ ചെറുതിൽ ഒരു 6 മണി 6:30 സമയത്ത് ഞാൻ ചോറ് കൊടുത്ത് ശീലിച്ചത്. ഇപ്പോഴും ആ ശീലത്തിന് മാറ്റമൊന്നുമില്ല. 7 മണിയാകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങും. 6:30 6:45 ആകുമ്പോഴേക്കും തന്നെ ആ സമയം ഒരു 7-7:30 സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കൊന്നും വിശക്കില്ല. 8-9 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ 7:30ക്ക് ചോറ് കഴിക്കണേക്കാളും കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് തന്നെ എന്ത് വന്നാലും ആ ഒരു സമയത്ത് ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികൾ അതെ. അപ്പോഴേക്കും അനിയൻ്റെ പിള്ളേരും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ 4 കൂടെ തകൃതിയായിട്ട് കളിയും. വലിയച്ചയ്ക്ക് പിന്നെ പറയണ്ടല്ലോ, ചെറുത് വലിയച്ചനെ കണ്ട ഈ വഴിക്ക് വരാണ്ടായി. കാരണം വലിയച്ഛൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും വേറെ ഉള്ള ചാച്ചൻ വലിയച്ഛനും പോലെയൊന്നും അല്ല. ഈ വലിയച്ഛൻ കെണി കാണിച്ചിട്ടാണ് സ്നേഹപ്രകടനം അറിയുള്ളൂ. അതുകൊണ്ട് രണ്ടാളും വലിയച്ചി ഉണ്ടോ എന്നാൽ ആ ഗേറ്റിൽ നിന്ന് തന്നെ തിരിച്ചു പോവാണ് പേരിൽ. ഇപ്പം പിന്നെ കണ്ടോ മഞ്ജുമ്മയുടെ ഡാൻസ് ഫേമസ് ആയ പിന്നെ കുട്ടി മഞ്ജുമ്മൻ്റെ ഡാൻസ് കണ്ട കളിയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, താങ്ക് യു.